നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. കോവിഡ് വാക്സിനേഷൻ നൽകിയത് മൂലം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന വിഷയത്തിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നിലപാട് തേടിയത് ചർച്ചയായി. ഇക്കാര്യത്തിൽ എന്തെങ്കിലും നയം രൂപീകരിക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടോ എന്ന കാര്യം അറിയിക്കാനാണ് സുപ്രീം കോടതി ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരെ കേന്ദ്രം സമർപ്പിച്ച ഹർജിയിലാണ് ബെഞ്ച് നിലപാട് തേടിയിരിക്കുന്നത്. കോവിഡ് വാക്സിനേഷനെ തുടർന്ന് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ ഹർജി പരിഗണിച്ച പ്രതിരോധ കുത്തിവയ്പ് മൂലം മരണം സംഭവിക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നയമോ മാർഗനിർദ്ദേശങ്ങളോ 3 മാസത്തിനുള്ളിൽ രൂപീകരിക്കാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്കും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിനും കേരള ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ വാക്സിനേഷൻ എടുക്കുന്നത് സൗജന്യവും സ്വമേധയാ ഉള്ളതുമായ ഒരു നടപടിയാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ പുനഃപരിശോധനാ ഹർജി സമർപ്പിക്കുകയായിരുന്നു. ഈ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലായിരിക്കെ വിഷയത്തിൽ സമർപ്പിക്കപ്പെട്ട കോടതിയലക്ഷ്യ ഹർജിയിൽ ഹൈക്കോടതി കേന്ദ്രത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്തു. ഇതോടെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. നേരത്തെ സമാനമായ ഒരു കേസിൽ വാക്സിനുകൾ നൽകിയത് മൂലം സംഭവിച്ച മരണങ്ങൾക്ക് സർക്കാരിനെ ഉത്തരവാദിയാക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്രം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. എന്നാൽ വാക്സിനേഷൻ സ്വമേധയാ എടുത്തതല്ലെന്നും നിർബന്ധിച്ച് വാക്സിനേഷൻ എടുപ്പിക്കുകയാണെന്നുവെന്ന് ഹർജിക്കാർ തെളിവ് സഹിതം വാദിച്ചിരുന്നു. മാർച്ച് 18 കേസിൽ വീണ്ടും വാദം കേൾക്കും. കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പരാതിയിൽ കോടതി ഗൗരവത്തോടെ പരിഗണിക്കുമെന്നത് ഈ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നുവെന്ന് നിയമവിദഗ്ധർ വിലയിരുത്തി.